പ്രൊഫസർ എൻ നിയതി, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. മൂന്നാമത്തെ നരേന്ദ്രമോദി സർക്കാർ അതിൻ്റെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. അടുത്ത 5 വർഷം എങ്ങനെ ഈ സർക്കാർ ഭരിക്കും എന്ന സൂചന നൽകുന്ന ബജറ്റ്, ഇന്ത്യയിലെ ജനകോടികളുടെ മുഴുവൻ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. സാധാരണ ബജറ്റുകളെ നമ്മൾ പലതരത്തിൽ തരംതിരിക്കാറുണ്ട്. വികസനോന്മുഖ ബജറ്റ് എന്ന് പറയും, ജനപ്രിയ ബജറ്റ് എന്ന് പറയും, ജനക്ഷേമകരമായ പദ്ധതികൾ നിറഞ്ഞ ബജറ്റ് എന്ന് പറയും. അങ്ങനെ പലതരത്തിൽ തരംതിരിക്കാറുണ്ട്. നമ്മുടെ സാമ്പത്തിക സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. തൊട്ട് മുമ്പ് വരെ യാഥാർത്ഥ്യം എന്താണെങ്കിൽ പോലും കണക്കുകളിൽ വളരെ ഭദ്രമായ ഒരു ഇന്ത്യ, വളരുന്ന ഒരു ഇന്ത്യ, ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗം വളരുന്ന സാമ്പത്തിക ശക്തി ആയ ഇന്ത്യ എന്നൊക്കെയുള്ള ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇന്നലെ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സർവേ, ആ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ചില ആശങ്കാജനകമായ കാര്യങ്ങൾ കൂടി അതിലുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏത് സ്വഭാവത്തിലുള്ളൊരു ബജറ്റാണ് ഒരു സാമ്പത്തിക കാര്യവിദഗ്ധൻ എന്ന നിലയ്ക്ക് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പ്രൊഫസർ നിയതി, 2024-25 ആദ്യ ബഡ്ജറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വോട്ടോണൊക്കെ ഉണ്ടായിട്ട് 2024 ഫെബ്രുവരി മാസം കേന്ദ്ര ധനമന്ത്രി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരുന്നു. അതേ ധനമന്ത്രി തന്നെയാണ് 2024-25 സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. 2024 വോട്ടോൺ അക്കൗണ്ട് അല്ലെങ്കിൽ ഭാഗികമായുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യമന്ത്രി പറഞ്ഞിരുന്നു ഒരു പൂർണ്ണ ബഡ്ജറ്റ്. ആ പൂർണ്ണ ബഡ്ജറ്റിലേക്ക് പോവുകയാണ്. ആ പൂർണ്ണ ബഡ്ജറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ 2024-25 വോട്ടോൺ അക്കൗണ്ടിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർ പറഞ്ഞിരുന്നത്. ഒന്ന്, 2014 മുതൽ 24 വരെ NDA ഗവൺമെൻറ് കൈവരിച്ച നേട്ടങ്ങൾ, അതേപോലെ തന്നെ 2004 മുതൽ 2014 വരെ UPA ഗവൺമെൻറ് കാലത്തുണ്ടായിരുന്ന സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികളെ, അതിനെ എങ്ങനെ NDA ഗവൺമെൻറ് അതിജീവിച്ചു എന്നുള്ളതിനെപ്പറ്റി 2 വസ്തുതാപരമായ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ഈ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതും ഇന്നലെ സഭയിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയും നമ്മൾ വിലയിരുത്തേണ്ടത്. ഇവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത്. 2024-25 ഈ വോട്ടോൺ അക്കൗണ്ട് അവതരിപ്പിച്ചപ്പോൾ ധനമന്ത്രി അവകാശപ്പെട്ടത് കഴിഞ്ഞ 10 വർഷം രാജ്യത്തെ വരുമാനം 50% വർദ്ധിച്ചു, ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിച്ചു, അങ്ങനെ ഒരു വലിയ നേട്ടം കൈവരിച്ചു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ സമ്പദ്ഘടന അതിവേഗം വളരുന്ന ഒരു സമ്പദ്ഘടനയാണ്. 7 മുതൽ 8% വരെ വളർച്ചയുണ്ട്. 2.8 മില്യൺ ടൺ എക്കോണമിയായി 2047 ആകുമ്പോഴേക്കും വികസിത രാജ്യമായിട്ട് മാറും, 5 ട്രില്യൺ എക്കോണമിയായിട്ട് മാറും. അതിനുവേണ്ടിയുള്ള അമൃതക്കമൽ എന്നൊരു പരിപാടിയും അവർ കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഇന്ത്യൻ സമ്പദ്ഘടന ഭദ്രമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്ന അവസരത്തിൽ തന്നെയും നമ്മൾ വസ്തുത മനസ്സിലാക്കേണ്ടുന്നത് ഈ 2024-25 വോട്ടോൺ അക്കൗണ്ടിൽ ഇന്ത്യൻ സമ്പദ്ഘടന നേരിടുന്ന സമഗ്രമായ വികസന പ്രശ്നങ്ങളെപ്പറ്റി ഒന്നും വ്യക്തമാക്കിയിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലയിലുണ്ടാകുന്ന ഒരു തളർച്ചയായിരുന്നു. കാർഷിക മേഖലയിലുണ്ടാകുന്ന മന്ദഗതിയിലുള്ള വളർച്ച, അതുപോലെ രണ്ടാമത്തേത് തൊഴിലില്ലായ്മ, മൂന്നാമത്തേത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വം, നാലാമത് വർദ്ധിച്ചു വരുന്ന സാമൂഹിക ഇന്നിക്വാളിറ്റി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ കാർഷിക മേഖലയുടെ കാര്യമാണ്. കാർഷിക മേഖലയിൽ 2014-15 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നത് അടുത്ത 5 വർഷത്തിനകം ഇന്ത്യയിലെ കർഷകരുടെ വരുമാനം ഇരട്ടിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇരട്ടിച്ചില്ല. പക്ഷേ യഥാർത്ഥ കാർഷിക വരുമാനം താഴേക്ക് പോവുകയാണ് ചെയ്തത്. അതിന് 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, വിളകളുടെ വില ഉദ്ദേശിച്ചത് പോലെ വർദ്ധിച്ചില്ല. അതേപോലെ തന്നെ 2, ഇൻപുട്ട് കോസ്റ്റ് വർദ്ധിക്കുകയും ചെയ്തു. അന്നേരം കൃഷിക്കാരുടെ വരുമാനം കുറഞ്ഞു. ഈ കാരണം കൊണ്ട് കാർഷിക വളർച്ച ഉണ്ടായെങ്കിലും കർഷകരുടെ വരുമാനത്തിൽ ഏകദേശം 1.4% താഴോട്ട് വന്നു എന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ പല പഠനങ്ങളും പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് 2023 ഏകദേശം 1 വർഷം നീണ്ടു നിന്ന ഒരു കർഷക സമരം നടന്നതും ആ കർഷക സമരം അവസാനിച്ചതും. ആ കർഷക സമരത്തിൽ അവസാനിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്തുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്നത്
ഇന്ത്യയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, വിളകൾക്ക് മാന്യമായ വില കിട്ടണം, അല്ലെ ലാഭകരമായ വില കിട്ടണം. രണ്ട്, ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പൊതുമേഖലയിലെ കാർഷിക നിക്ഷേപം വർദ്ധിപ്പിക്കണം. അന്നേരം കർഷകരുടെ വരുമാനത്തിന് ഉയർത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിളകളുടെ വില വർദ്ധിക്കണം. അതിനാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് വന്നിട്ടുള്ളത്. മിനിമം സപ്പോർട്ട് പ്രൈസ് കഴിഞ്ഞ 10 വർഷവും ഒരു വർഷം ശരാശരി 2-3% വർദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും കർഷകരുടെ വരുമാനം അവർ പറഞ്ഞതുപോലെ ഇരട്ടിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അവിടെയാണ് നമ്മൾ നോക്കേണ്ടുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത്. അതിന് 2 കാരണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പൊതുമേഖലയിലുള്ള കാർഷിക ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. പൊതുവെ രണ്ട് ഘടകങ്ങളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഒന്ന് ഭക്ഷ്യ സബ്സിഡി, ഒന്ന് രാസവള സബ്സിഡി. ഭക്ഷ്യ സബ്സിഡിയിലെ നാമമാത്രമായ വർധനവ് പോലും വരുത്തിയിട്ടില്ല. നേരെ മറിച്ച് സബ്സിഡി എന്ന് പറയുന്ന കർഷകർക്ക് അവകാശപ്പെട്ട പൊതുനിക്ഷേപം താഴോട്ട് വരികയാണ് ചെയ്തത്. ഉദാഹരണത്തിന് 2022 ഭക്ഷ്യ സബ്സിഡി 2.10 ലക്ഷം കോടി രൂപയായിരുന്നു. അത് 23-24 ആയപ്പോഴേക്കും 2.5 ലക്ഷം കോടിയായിട്ട് താഴ്ന്നു. അത് 2024-25 വോട്ട് ഓൺ അക്കൗണ്ടിൽ വീണ്ടും 2 ലക്ഷമായിട്ട് താഴ്ന്നു. അതിന് 2.10 നിന്നും 2 ലക്ഷം കോടി രൂപയിലേക്ക് താഴുകയാണ്. ഏകദേശം ഒരു 10,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു. പ്രൊഫസർ നിയതി, ഞാൻ താങ്കൾ പറയുന്നതെല്ലാം വളരെ പ്രസക്തമായ കാര്യങ്ങളും വളരെ പ്രസക്തമായ വിവരങ്ങളും ഇൻഫർമേഷൻ എന്ന നിലയ്ക്ക് ജനങ്ങളിലേക്ക് നൽകുന്ന വളരെ പ്രധാനമായ വിവരങ്ങളുമാണ്. പക്ഷേ ഏത് തരത്തിലുള്ളൊരു ബജറ്റാണ് ഇപ്പോൾ ഇന്ത്യക്ക് ആവശ്യം? എന്താണ് നിർമ്മല സീതാരാമനിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത് എന്നത് പറഞ്ഞിട്ട് നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ ഇത്തരം വിശദാംശങ്ങളിലേക്ക് വരാം. പ്രൊഫസർ തീർച്ചയായിട്ടും ആമുഖമായിട്ട് തീർച്ചയായിട്ടും ധനകാര്യമന്ത്രി നമ്മുടെ ബഡ്ജറ്റിലെ 24-25 സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ഘടനാപരമായ മാറ്റം വരുത്തും. ഘടനാപരമായ മാറ്റം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകും. അത് എക്കണോമിയിൽ പറയുന്നത് പോലെ സാമ്പത്തിക മേഖല കൊടുക്കും. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മേഖലയെന്ന് പറയുന്നത് നമ്മുടെ അസംഘടിത MSMEകളാണ്. അതായത് നാമമാത്ര ചെറുകിട വ്യവസായ മേഖലയാണ്. അത് കോവിഡിന് ശേഷവും അതുപോലെ ഡിമോണറ്റൈസേഷനും GSTക്ക് ശേഷവും ഭയങ്കരമായിട്ട് തകർന്നിരിക്കുകയാണ്. അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ യൂണിറ്റുകൾ നിർത്തി, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അവരുടെ വരുമാനം കുറഞ്ഞ് അവർ കാർഷിക മേഖലയിലേക്ക് പോയി. അന്നേരം MSMEകളുടെ പുനരുദ്ധാരണത്തിനും അതിൻ്റെ പുനർജീവനത്തിനും കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ സാമൂഹ്യ മേഖലയിൽ നിലനിൽക്കുന്ന ഇന്നിക്വാളിറ്റീസ്, സാമൂഹ്യ അസമത്വം, അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, വാട്ടർ സപ്ലൈ, സാമൂഹ്യ ക്ഷേമം, ഈ 4 മേഖലകൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് പ്രധാനമായും അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ജനക്ഷേമ ബജറ്റായിരിക്കും എന്ന ഒരു പ്രതീക്ഷ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വെച്ച് പുലർത്താൻ കഴിയുമോ? ഇനി തെരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ പോവുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. മാത്രമല്ല, ഒരു പരാജയം ഒരു അർത്ഥത്തിൽ സ്വയം ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല എന്ന പരാജയം BJP ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സഖ്യകക്ഷികൾ, സമ്മർദ്ദം ചെലുത്തുന്ന സഖ്യകക്ഷികൾ BJPക്ക് ഒപ്പമുണ്ട്. ഒരു ജനക്ഷേമ ബജറ്റ് പ്രതീക്ഷിക്കാമോ? അല്ല, ഇതുവരെ കണ്ട ബജറ്റുകളുടെ രീതി കമ്പോളോന്മുഖ ബജറ്റ് അതായിരിക്കുമോ സംഭവിക്കാൻ പോകുന്നത്? സാമൂഹ്യ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന ഒരു ജനകീയ ബഡ്ജറ്റായിരിക്കും തീർച്ചയായിട്ടും NDA ഗവൺമെൻറ് ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത്.